അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ ഇനി സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും തരില്ലെന്ന് ഇന്ത്യ മുഖത്തടിച്ചതുപോലെ വ്യക്തമാക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ. മുട്ടാൻ കഴിയുന്ന എല്ലാ വാതിലുകളും അവർ മുട്ടുന്നുണ്ട്. ഒരു വാതിലൊഴികെ ഇന്ത്യയുടെ വാതിൽ. ഇന്ത്യ അടച്ച വാതിൽ തുറക്കാൻ സ്വന്തമായി ശേഷിയില്ലാത്തത് കൊണ്ട് ജലമൊഴുകാൻ പുതിയ വഴി തേടി സാക്ഷാൽ ചൈനയുടെ കാല് പിടിക്കാൻ പോയിരിക്കുകയാണ് അവർ. സിന്ധു നദീജല കരാർ കേസിൽ നെതർലാൻഡിലെ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചിട്ടും ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ വെള്ളം കിട്ടാൻ ചൈനയെ കൂടെ കൂട്ടുന്ന ഈ പുതിയ നയതന്ത്ര നീക്കം അവരുടെ ഗതികേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുമായിട്ടുള്ള തർക്കത്തിലേക്ക് യാതൊരു നിയമസാധ്യതയും ഇല്ലാതെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ പേര് വലിച്ചിഴക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമല്ല അവകാശപ്പെട്ടതെന്നും ഇതിൽ ചൈനയ്ക്കും നിർണായക പങ്കുണ്ടെന്നുമാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അന്ദ്രാബിയുടെ പുതിയ കണ്ടുപിടുത്തം. സിന്ധു മുതൽ മെക്കോങ് വരെയുള്ള നദീ വ്യവസ്ഥകൾ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ചൈനീസ് നദികളും അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതുകൊണ്ട് ഇതൊരു മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണെന്നും ഒക്കെയാണ് പാകിസ്ഥാന്റെ വാദം. അതായത് ഇന്ത്യ വെള്ളം തടഞ്ഞതോടെ ദാഹിച്ചു വലഞ്ഞ പാകിസ്ഥാൻ ഇതൊരു വലിയ അന്താരാഷ്ട്ര വിഷയമാക്കി മാറ്റി ചൈനയെ കൊണ്ട് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താമെന്ന വ്യാമോഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ കുരുട്ടുബുദ്ധി ഇവിടെ വിലപ്പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സിന്ധു നദീജല കരാർ എന്നത് പൂർണ്ണമായും 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രം ഒപ്പുവെച്ച ഒന്നാണ്. ഇതിൽ നിയമപരമായി ചൈനയ്ക്ക് യാതൊരു റോളുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ തർക്കത്തിൽ ഇടപെടാൻ ചൈനയ്ക്ക് അധികാരവുമില്ല. പോരാത്തതിന് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ചൈനയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ ഇന്ത്യയെ പിണക്കാൻ തയ്യാറാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന ഈ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ പരസ്യമായി തിരിയാൻ ബീജിംഗ് ഒരിക്കലും മുതിരില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദി അവരുടെ ജീവനാഡിയാണ്. രാജ്യത്തെ കൃഷിയും കുടിവെള്ളവും എല്ലാം പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ നദീ വ്യവസ്ഥയാണ്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം മാത്രമാണ് പാകിസ്ഥാനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും രക്ഷിച്ചത്. എന്നാൽ കരാറിലെ തങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നതോടെ പാകിസ്ഥാന്റെ തൊണ്ട വീണ്ടും വരളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഭയമാണ് അവരെ കൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം ദയനീയമായിട്ടുള്ള വിലാപങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ പൂട്ടാതെ നയതന്ത്ര ചർച്ചകളോ സിന്ധു നദിയിലെ വെള്ളമോ ഇനി പാകിസ്ഥാൻ സ്വപ്നം കാണേണ്ടതില്ല എന്നതാണ് ഇന്ത്യയുടെ അചഞ്ചലമായിട്ടുള്ള നിലപാട്. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് സിന്ധു നദീ ജലകരാർ എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഇന്ത്യ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ദാഹം മാറ്റാൻ പാകിസ്ഥാൻ ചൈനയുടെയോ ലോകബാങ്കിന്റെയോ കാല് പിടിച്ചാലും അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ ഇന്ത്യ ആ ജലവിതരണ വാൽവുകൾ തുറക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ ഈ കർശന നിലപാടിന് മുന്നിൽ പാകിസ്ഥാന്റെ എല്ലാ കുതന്ത്രങ്ങളും വെറും ജലരേഖയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്